അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട എങ്ങനെ ഉണ്ടെന്ന്. നമ്മൾ വാഴ ഇലക്കകത്ത് വെച്ചിരിക്കുകയാണ്. നല്ല വാഴ ഇലയുടെ നമ്മൾ ഇതിങ്ങ് എടുത്തിട്ട് തുറന്നു കഴിഞ്ഞാൽ നമ്മളല്ല കുമ്പളപ്പൊക്കെ ഇല്ല അതേ രീതിയിൽ വരും. അടിപൊളി. ഒന്ന് കഴിച്ചു നോക്കാം. ചൂട് പോയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ സാധനം. നിങ്ങൾ ചെയ്ത് നോക്ക്, ഇഷ്ടപ്പെടും. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. നല്ല പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നമ്മൾ കിടുക്കാച്ചായിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ നമുക്ക് ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കാൻ നോക്കുക. നമുക്ക് എന്നിട്ട് ഞാനൊരു 5 പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറി ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അതേ പാനിനകത്തോട്ട് നമ്മളിപ്പോൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് നമുക്ക് അതിനകത്തോട്ട് എല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശർക്കര നമ്മളിപ്പോൾ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് അരിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ കട്ട പിടിക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ കട്ട പിടിക്കാതെ ഇളക്കി ഒന്ന് കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 3-4 ഏലക്ക ചതച്ചതോ പൊടിയോ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൊത്തും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു പിടിയോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവയാണ്. ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തോ വറുക്കാത്തോ എടുക്കാം. ആ റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഈ പാനിൽ നിന്നൊക്കെ വിട്ടു വരത്തില്ല, ആ ഒരു പരുവാകുന്ന വരെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ അലുവയുടെ പരുവുണ്ടല്ലോ, ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ പാനിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ വിട്ട് വരും. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ഇറക്കി താഴെ ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ വാഴയില കൊണ്ട് നമ്മളൊരു കുമ്പിളുണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഈർക്കിൽ കുത്തി വെച്ച് നമ്മളൊരു കുമ്പിളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് വാഴയിലക്കകത്തോട്ട് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്താൽ അങ്ങനെ ഇത് കണക്ക് തന്നെ മൊത്തത്തിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഒരു 10-15 നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ നല്ലോണം നല്ല ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലിക്കൂട്ടം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിത് ഇഡ്ഡലിക്കൂട്ടത്തിനകത്ത് ഓരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് ഓളം മതി. നമ്മൾ ഓൾറെഡി ഇത് വെന്തിരിക്കുന്ന സാധനമായതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് ആവി വന്ന് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാവുന്നതാണ്. നമുക്ക് എല്ലാം നല്ലോണം ഒന്ന് ഫില്ലാക്കി. ഈ സമയം കൊണ്ട് കൂട്ടുകാരെ നിങ്ങൾ ലൈക്ക് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ഇനി ഏകദേശം നമുക്കൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തുറക്കാം. നമ്മളെല്ലാം റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിടണം. ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടാരെ.